ദായിൽ ഫർണിച്ചർ ആൻഡ് ഇന്റീരിയർ, പൂഴിങ്കുന്ന്, ആലത്തിയൂർ. നമസ്കാരം. വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. പവൻ ഗോൾ തിരൂർ. തിരൂരങ്ങാടി കൊളപ്പുറത്ത് വെച്ച് സ്പിരിറ്റ് പിടികൂടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. തമിഴ്നാട് പൊള്ളാച്ചി സ്വദേശി കണ്ണപ്പൻ നഗർ ഷാഹുൽ ഹമീദിനെയാണ് താനൂർ ഡിവൈഎസ്പി പി പ്രമോദും സംഘവും അറസ്റ്റ് ചെയ്തത്. ഇതോടെ തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത സ്പിരിറ്റ് കടത്ത കേസിൽ 4 പേർ കൂടി പിടിയിലായി. ജനുവരി 22-നാണ് കേസിനാസ്പദമായ സംഭവം. കർണാടകയിൽ നിന്നും എറണാകുളത്തേക്ക് കൊണ്ടുപോവുകയായിരുന്ന 626 കന്നാസുകളിലായി 2032 ലിറ്റർ സ്പിരിറ്റാണ് പിടികൂടിയത്. ലോറിയെ പിന്തുടരുകയായിരുന്ന പോലീസ് സംഘം കൊളപ്പുറത്ത് വെച്ചാണ് സ്പിരിറ്റ് പിടികൂടിയത്. സ്പിരിറ്റ് കാനുകളിലാക്കി അടുക്കിവെച്ച നിലയിലായിരുന്നു. മാലിന്യം നിറച്ച ചാക്കുകൾ കൊണ്ടും ടാർപോളിൻ കൊണ്ടും മറച്ച നിലയിലായിരുന്നു. സംഭവത്തിൽ തമിഴ്നാട് മീനാക്ഷിപുരം സ്വദേശി മൊയ്തീൻ, പൊള്ളാച്ചി സ്വദേശി അൻപഴകൻ എന്നിവരെ നേരത്തെ പിടികൂടിയിരുന്നു. ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥൻ, താനൂർ ഡിവൈഎസ്പി പയസ് ജോർജ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചിരുന്നു. തുടർന്ന് അന്വേഷണ സംഘം പാലക്കാട് ചിറ്റൂർ സ്വദേശി അബൂബക്കറിനെ അറസ്റ്റ് ചെയ്തിരുന്നു. നിലവിൽ ഇയാൾ റിമാൻഡിലാണ്. അന്വേഷണ സംഘം കർണാടക, തമിഴ്നാട്, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിൽ നിന്ന് പ്രതികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു. സ്പിരിറ്റ് കടത്തുന്നതിന് കാസർഗോഡ് നിന്നും എസ്കോട്ടായി ലോറിയുടെ മുമ്പിൽ വന്നിരുന്ന ഷാഹുൽ ഹമീദിനെ കഴിഞ്ഞ ദിവസം ഷൊർണൂരിൽ വെച്ചാണ് പിടികൂടിയത്. പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. താനൂർ ഡിവൈഎസ്പി പി പ്രമോദ്, തിരൂരങ്ങാടി സിഐ ബി പ്രദീപ് കുമാർ, എസ്ഐ പ്രമോദ്, എഎസ്ഐ കെ സലേഷ്, സിപിഒമാരായ പ്രകാശ്, പ്രബീഷ്, ബിജോയ്, അനീഷ്, അഖിൽരാജ്, ബിനീഷ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. വെട്ട ന്യൂസ് താനൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.